ഓരോരുത്തരും ഏറ്റവും അധികം ഹൃദയത്തിൽ ആഗ്രഹിക്കേണ്ടതും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങള്, ദാനങ്ങള്, ഫലങ്ങള് ഒക്കെ പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടിയാണ് നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ടതും. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദാഹമുണ്ടാവണം. എന്തിനാണ്? ആത്മാവിനെ സ്വന്തമാക്കുവാൻ, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു വലിയ ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈ ദാഹത്തോടെ ഉള്ള പ്രാർത്ഥനയിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദാഹമില്ലാതെയുള്ള പ്രാർത്ഥന ദൈവാത്മാവിൻ്റെ കടന്നുവരവിന് ശക്തമായിട്ടുള്ള ഒരു ഉണർവ് കിട്ടത്തില്ല. ഉള്ളിൽ ദാഹം വേണം. എനിക്ക് ആത്മാവിന് വേണം, ആത്മാവിൻ്റെ അഭിഷേകം വേണം, ആത്മാവിൻ്റെ ശക്തി വേണം. ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്, പുത്രനായ ദൈവം ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവായ ദൈവവും ഒരു വ്യക്തിയാണ്. ദൈവം ആത്മാവാണ്, പക്ഷെ ദൈവം ഒരു വ്യക്തിയാണ്. ആത്മാവായ ദൈവം വ്യക്തിയായിട്ടാണ് നമ്മിൽ വസിക്കുന്നത്, നമ്മിൽ വാസം ചെയ്യുന്നത്. ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ആത്മാവായ ദൈവം മനുഷ്യാവതാരമെടുത്തു, അതാണ് യേശു ക്രിസ്തു. മനുഷ്യനായി പിറന്ന യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ യേശു ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ആത്മാവായി അരൂപിയായി നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-17 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് ഞങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ മറ്റൊരു സഹായനെ തരും നിങ്ങളെ സഹായിക്കാനായിട്ട്. സഹായകൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സഹായിക്കുന്ന ആളാണ്. നമ്മളെ സഹായിക്കാനായിട്ട് യേശു നൽകിയത് പരിശുദ്ധാത്മാവായ ദൈവത്തെയാണ്. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എന്താ പേര്? സാനു. എവിടുന്ന് വരുന്നതാ? കറയച്ചാൽ നെടുകുന്നം. എന്ത് പറ്റിയതാ? ഡിസ്ക് അകന്നിട്ട് ഞരമ്പ് ജാമായിട്ടിരിക്കുവെന്ന് പറഞ്ഞു. എവിടായിട്ടാണ്? ആണ് എവിടെയാണ് സഹോദരന് പ്രയാസം? ഇവിടെ നട്ടെല്ലിൻ്റെ ആണോ ഡിസ്ക്? ഞരമ്പുകള്? ആ അതെ, ഇവൻ്റെ നട്ടെല്ലിലെ ഞരമ്പുകള് ജാമായിട്ട് നിന്നിട്ട് ഈ കാല് അല്ലേ നിലത്ത് നിൽക്കത്തുമില്ല, നടക്കത്തുമില്ല. ആ അവസ്ഥയിലാണ് ഈ കാല് മൊത്തത്തിൽ. ബലക്കുറവുണ്ടോ? ഈ കാലിന് ബലക്കുറവാണ്. വലത്തെ കാലിന് ബലക്കുറവുണ്ടല്ലേ? വലത്തെ കാലിന് ബലക്കുറവുണ്ട്. കഥാ സൗഖ്യം തരുമോ? ഈ ബെറ്റിന് തിരിച്ചു കൊണ്ടുപോകണോ? വേണ്ട അല്ലേ? തിരിച്ചു കൊണ്ടുപോകണോ? തിരിച്ചു കൊണ്ടുപോകുന്നില്ല. ഈ ബെറ്റിനെ ഈ മകൻ തിരിച്ചു കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. കൈ പിടിച്ചേ. എവിടെയാണ് തൊട്ട് കാണിക്കാൻ മോനെ? കൈ കൊണ്ട് ആ കൈ എടുത്തോ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ആമേൻ. കുനിഞ്ഞ്. കാൽ വലിച്ചു കുടഞ്ഞ് തൊഴിച്ചേ, ആഞ്ഞു തൊഴിച്ചേ. ആ തിരിയട്ടെ, നടു തിരിയട്ടെ. എന്ത് പറയുന്നു? സന്തോഷമായി. 10 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ശനിയാഴ്ച വെയിറ്റ് എടുത്ത് മാറ്റി ഇങ്ങോട്ട് വന്നിട്ട് തീരുമാനമെടുക്കാമെന്നും വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. 20 ദിവസം. ഈ മകൻ 20 ദിവസമായിട്ട് വെയിറ്റ് ഇട്ട് കിടക്കുകയായിരുന്നു. 20 ദിവസമായിട്ട്. ഓപ്പറേഷൻ എന്നാ പറഞ്ഞിരുന്നത്? ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. മരുന്നിൻ്റെ അളവെല്ലാം കുറച്ചായിരുന്നു അതിൻ്റെ പേരിൽ. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോകുമായിരുന്നു. ഹല്ലേലൂയ. സന്തോഷമായി? സന്തോഷമായി. ആരാ മോനെ സൗഖ്യം നൽകിയേ? ദൈവം. യേശു. കാലൊക്കെ വലിച്ചു കൊണ്ടേ. ആ വലിച്ചു കൊണ്ടേ. ഇരുന്നണീറ്റേ. ഫ്രീ ആയോ?
ഫ്രീ ആയി. ഈ നട്ടലിനും ഇവിടെ ഒന്നും കത്തി വെക്കത്തില്ല കേട്ടോ. ശരി, നന്ദി പറഞ്ഞു. Oh Jesus,